ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റും പിന്നെ ഈ ബിരിയാണിക്ക് ഒരു സീക്രട്ടും കൂടി ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോ കാണാം ആദ്യം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 3/4 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴുകി ഇതുപോലെ ഇങ്ങനെ അരിപ്പയിലിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് സവാള ഇട്ടിട്ട് ഒരു 2 സവാള ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക, നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായി ബ്രൗൺ കളറായിട്ട് നമുക്ക് ബിരിയാണിയുടെ മേലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതുപോലെ ആക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനി അത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലിൽ തന്നെ കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് അതിലേക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3 സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായി ബ്രൗൺ കളറാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഞാനിതിൽ കറുകപ്പട്ടയുടെ ഇലയാണ് ഇട്ടിട്ടുള്ളത്, പട്ട ഡയറക്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു ചെമ്പിൽ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുന്നു. അപ്പോൾ ഇനി ഇത് സവാള ഒന്നും കൂടി നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് 2 പച്ചമുളക് ഞാനിതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്യാം. ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഇതായിട്ട് വെന്തോളും. അപ്പോൾ നമ്മുടെ അരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മസാലയിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് തൈര് ഒഴിക്കുന്നത്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ ഈ മസാലകളൊക്കെ ഒന്ന് ഇടാനും പിന്നെ വഴറ്റിയെടുക്കാനും. അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ച പോലെ ആവും. ഇനി 2 മുട്ടയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതാണ് പറഞ്ഞത് സീക്രട്ട് എന്ന് പറഞ്ഞത്. മുട്ട ബിരിയാണിക്ക് മുട്ടയും കൂടി നന്നായി ഉടച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ പുഴുങ്ങിയ 2 മുട്ട എടുത്തിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് നമ്മുടെ മസാലയിലേക്ക് ഇടാം. അതാവുമ്പോൾ നമുക്ക് എഗ്ഗ് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ, എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് നന്നായി കിട്ടും. മറ്റേത് മസാലയും എഗ്ഗും തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നന്നായി ഒന്ന് ഇതിലൊക്കെ പിടിച്ചിട്ട് നല്ല ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ച എഗ്ഗും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചിളക്കുക. അതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിയുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ദമ്മിടാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെമ്പിൽ ആദ്യം കുറച്ച് റൈസ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി വിതറുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് കയ്യിൽ വെച്ചിട്ടൊക്കെ പരത്തി കൊടുത്ത ശേഷം വീണ്ടും അതിൻ്റെ മേലെ കുറച്ച് റൈസും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പായി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ നിരത്തുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടി റൈസ് ഇട്ടിട്ട് വീണ്ടും ക്യാരറ്റും മസാല കൂടിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ എല്ലാതും അങ്ങനെ പോലെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ റൈസും ഞാൻ അതേപോലെ ഇടുന്നുണ്ട്. ഇനി എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുക. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണി തന്നെയാണ്. അപ്പം ഇനി ബാക്കി എല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ മേലെ റൈസും കൂടി നിരത്തിയ ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മേലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ ഈ ചെമ്പ് കയറ്റി വെക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കില്ല. എന്നിട്ട് അതിൻ്റെ മേലെ
ബിരിയാണിയുടെ ചെമ്പും കൂടി കയറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ വേറെ ചെമ്പിൽ ഈ അരി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, നല്ല ചൂടുള്ള വെള്ളം, അത് അതിൻ്റെ മേലെ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 15 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ദമ്മ് പൊട്ടിച്ചപ്പോൾ ഞാൻ ബാക്കിയുള്ള നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായി ഒന്ന് വെതറി കൊടുക്കുക. അത് ഗാർണിഷിങ്ങിനും നല്ല ടേസ്റ്റുമാണ്. പിന്നെ പൈനാപ്പിൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല ഒരു സ്മെല്ലും എല്ലാം കൊണ്ട് പൈനാപ്പിൾ ബിരിയാണിയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ്. നമ്മുടെ ദമ്മ് ഇട്ട് ചോറൊന്നും ഇളക്കി വെച്ച് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എഗ്ഗിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഈ ബിരിയാണിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേനെ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം നമ്മുടെ ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ബിരിയാണി കഴിക്കാം. നല്ല ടേസ്റ്റ്, നല്ല സ്പൈസി ആയിട്ടുള്ള എഗ് ബിരിയാണിയാണ്. നമുക്ക് വേറെ ഇറച്ചി വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു എഗ് ഉണ്ടെങ്കിൽ മതി. അടിപൊളിയായിട്ട് ചോറിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫൈനലായിട്ട് ഇതാ നമ്മുടെ എഗ് ബിരിയാണി സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.